നമ്മുടെ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ആദ്യ ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കരുണ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതും കഴിഞ്ഞ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അത് പഠിപ്പിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചതുമായ ഒരു വിഷയമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. തുടർമാനമായി നാളെ രാത്രിയിലും ഈ ഒരു വിഷയത്തെ ആസ്പദീകരിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രധാനമായും യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചായിരിക്കും നമ്മുടെ ആ ചിന്തകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീകമർദ്ദന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ വാക്യത്തെ ആസ്പദീകരിച്ചാണ് ആത്മീക വർധനവ് എന്ന ഒരു വിഷയത്തിൽ നമ്മൾ തുടർമാനമായി പഠിക്കുവാൻ പോകുന്നത്. യൂദയുടെ ലേഖനം വളരെ ചെറിയ ഒരു ലേഖനമാണെങ്കിലും അസാധാരണമായി ഒട്ടനവധി ആത്മീക സത്യങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട അനുഗ്രഹീതമായ ഒരു ലേഖനമാണ്. ഒരധ്യായമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയത്തില്ല. ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും തന്നെ നീണ്ട സമയങ്ങൾ വിചിന്തനം ചെയ്യത്തക്ക വിധത്തിൽ ആഴമായ ഗൗരവമായ വസ്തുതകൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ 2 വാക്യം വായിച്ചതിൽ 5 പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കുക. 2, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. 3, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. 4, നിത്യജീവനായി യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. 5, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇതെല്ലാം നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആദ്യത്തെ 1-2 വിഷയങ്ങൾ നമ്മൾ പ്രധാനമായി ചിന്തിക്കും. അതിൽ 2-ാമത്തെ ഭാഗമാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. 1-ാം ഭാഗം ഒന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. അവിടെ 1-ാമത്തെ ഭാഗം നോക്കിയേ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കുക. അതിൽ ആ വാക്യത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1, അതിവിശുദ്ധം. 2, വിശ്വാസം. 3, ആധാരമാക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കത്തക്ക വിധത്തിൽ ആ വാക്യത്തിനകത്ത് ഗൗരവപൂർവമായ സത്യങ്ങൾ കിടപ്പുണ്ട്. നോക്ക്, അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് യൂദാശ്ലീഹ അവിടെ അർത്ഥമാക്കുന്നത്? അതിവിശുദ്ധം എന്നുള്ളതിന് ഗ്രീക്ക് കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം പ്യുവർ ഓർ ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ അല്പം പോലും മാലിന്യമില്ലാത്ത, അല്പം പോലും മലിനത സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിശ്വാസം. ഈ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കുക. അവിടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തിനെയാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്? എബ്രായലേഖനം 11-ാം അധ്യായം 1-ാം വാക്യമാണ് വിശ്വാസത്തിന്റെ നിർവചനമായി പല സന്ദർഭങ്ങളിലും നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവിടെ ആരാശിക്കുന്നതിന്റെ ഉറപ്പ് എന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ഒരു ധാരണയിൽ
നമ്മൾ ആശിക്കുന്നതിന്റെ ഉറപ്പെന്നല്ല. അതിന് വാക്യവും ഞാൻ എടുത്തു പറയാൻ കഴിയും. നമ്മൾ ആശിക്കുന്നതിന്റെ ഉറപ്പല്ല എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ചോദ്യം, ആരുടെ ആശ? ഉത്തരം, ദൈവത്തിന്റെ ആശ. അപ്പൊ നമ്മെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരാശയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന് ഒരാശയുണ്ട്. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് പരാതികളും പരിചയങ്ങളും പരാധീനതകളും പരിഭവങ്ങളും ഒക്കെയായിട്ട് സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതത്തിനകത്ത് ഒരു കപ്പൽ ഇളകിമറിയുന്ന ഒരു സമുദ്രത്തിനകത്ത് എന്നതുപോലെ നമുക്കറിയാം, കപ്പൽ സമുദ്രത്തിനകത്ത് ഇളകിമറിയുമ്പോൾ പിച്ചിങ്ങും ഡിപ്പിങ്ങും ഉണ്ടാകും. മുന്നോട്ട് ഉയർന്നു വരികയും താഴേക്ക് കൂപ്പുകുത്തുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ സുഖങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും മാറി മാറി വഴുതി വീഴുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങളിൽ ഇനി എന്ത് എന്നുള്ള ഒരാശങ്ക നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ മുന്നോട്ടുള്ള നാളുകളെക്കുറിച്ച്, അതിൻ്റെ വഴികളെക്കുറിച്ച് ദൈവത്തിനൊരാശയുണ്ട്. ആ ആശയോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടാകേണ്ടുന്ന ഉറപ്പ്. ആമേൻ. ശരിക്കും വിശ്വാസത്തെ എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെയാണ് അതിനെ നിർവചിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, അപ്യുവറായിട്ടുള്ള, ബ്ലെയിംലെസ് ആയിട്ടുള്ള ആ വിശ്വാസം, ആ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കുക. അവിടെ ആധാരമാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനെ ബേസ് ചെയ്യുക എന്നല്ലേ? സ്തോത്രം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വചനത്തെ ആധാരമാക്കി എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. വചനത്തെ ആധാരമാക്കി. അപ്പൊ തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ സ്തോത്രം തിരുവഴുത്തുകളെ ആധാരമാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:35. തിരുവഴുത്തിനെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. നമുക്ക് അവിടുത്തെ ആ സംഭവം അറിയാം. ഷണ്ണൻ തേരിലിരുന്ന് യെശയ്യാവിന്റെ പുസ്തകം വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? പൊരുൾ തിരിച്ചു തരായികയാൽ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും എന്ന് ഷണ്ണന്റെ ഉത്തരം. ഫിലിപ്പോസ് അവിടെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പം സുവിശേഷം ഫിലിപ്പോസിന്റെ ഏതാണ്ട് ചിന്തയിലുണ്ടായ കുറെ കാര്യമായിട്ടല്ല, ആ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ, ആ തിരുവഴുത്തിന്റെ ബേസിൽ നിന്നിട്ട് ഫിലിപ്പോസ് ഷണ്ണനോട് സംസാരിക്കുക. തിരുവഴുത്തിനെ ആധാരമാക്കി. സ്തോത്രം. അത് സംബന്ധമായി ധാരാളം വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് തന്നെ 17-ാം അധ്യായം 2-ാം വാക്യം, 28-ാം അധ്യായം 23-ാമത്തെ വാക്യം, ഇവിടെയെല്ലാം തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ 17:2 പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പം പൗലോസ് പറയുന്നത് ഒരു പുതിയ സംഭവമാണ്. അത് യഹൂദന് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് പൗലോസിന്റെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്തിനെ എടുത്ത് കാട്ടിയിട്ട് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് പൗലോസ് അവരോട് വാദിച്ചു. അപ്പൊ ഇതേ വിധത്തിൽ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ ആത്മീക വർധനവിനായി ശ്രമിക്കുക. അവിടെ ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് നമ്മൾ ഈ വാക്യത്തെ ചിന്തിക്കുമ്പോൾ യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ബരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി
പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഇവിടെ 20ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അതിവിശുദ്ധ വിശ്വാസം. അപ്പം വിശ്വാസത്തെ ഏതൊക്കെ വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്താൻ കഴിയുമോ ആ വാക്കുകൾ കൊണ്ടെല്ലാം യൂദാസ്ലീഗ പരിചയപ്പെടുത്തുക. ഒന്ന്, അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. അപ്പം അതിവിശുദ്ധ വിശ്വാസമായാലും ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസമായാലും രണ്ട് പദങ്ങളും ഒറ്റ ആശയത്തിൽ നിന്ന് പറയുന്നത്. എന്നാൽ 3ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോ അവിടെ യൂദാസ്ലീഗ പറയുന്നത് ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പാസ്റ്റർ, വിശ്വാസത്തിന് വേണ്ടി എന്തിനാ പോരാടുന്നത്? അവിടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ ആയുധമെടുക്കുക എന്നല്ല, സമരമുറ ആരംഭിക്കുക എന്നുള്ളതല്ല, യുദ്ധമുന്നണിയിൽ നിൽക്കുക എന്നുള്ളതല്ല. അവിടെ പോരാടുക എന്ന് പറയുമ്പോൾ പൗലോസ്ലീഗ അർത്ഥമാക്കുന്നത് ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുക, അതിന്റെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി പ്രാണൻ കൊടുത്ത് നിൽക്കുക, ഒരു പോരാട്ടം കഴിക്കുക. ഹല്ലേലൂയ. ഞാൻ സാധാരണ എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഇന്നിന്റെ സഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നേതാക്കന്മാരില്ലാത്തതല്ല, നല്ല ബിൽഡിംഗ് ഇല്ലാത്തതല്ല, നല്ല ഭരണസമിതി ഇല്ലാത്തതല്ല, നല്ല സൗണ്ട് സിസ്റ്റം ഇല്ലാത്തതല്ല, നല്ല ക്വയർ ഇല്ലാത്തതല്ല, കഴിവുള്ള പ്രസംഗകരില്ലാത്തതല്ല. ഇതെല്ലാം ഇന്നിന്റെ സഭയ്ക്ക് ആവോളമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മുടെ സഭയിൽ തന്നെ എത്ര ഡോക്ടേഴ്സ് തന്നെയുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എന്താണ് സഭയുടെ പ്രശ്നം? സഭയുടെ പ്രശ്നമെന്ന് ശരിക്കും പറഞ്ഞാൽ അത് വിശ്വാസത്യാഗം. ഞാൻ സാധാരണ ആ വിഷയത്തെ സംബന്ധമായിട്ട് പറയാറുണ്ട്. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഈ വിശ്വാസം ഒരു കൂട്ടരിൽ നിന്ന് കുറയുക. ഇവിടെയാണ് പോരാടുക എന്നുള്ള ആ വിഷയത്തിന്റെ ആവശ്യകത വരുന്നത്. പൗലോസ് അതിനെ വിളിച്ചിരിക്കുന്ന വിശ്വാസത്യാഗമെന്ന്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് സംബന്ധമായ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി ഇവൻ വെളിപ്പെടുകയും വേണം. അപ്പൊ ആദ്യമേ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ഒരു അന്ത്യകാലത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാലഘട്ടത്തിന്റെ വിശ്വാസത്യാഗം. ഇവിടെ ഞാൻ സാധാരണ ആ വിശ്വാസത്യാഗത്തെ വിവരിക്കാറുണ്ട്. ഇത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ കയറി വന്ന വിഷയമായതുകൊണ്ടും നമുക്ക് ആ വാക്യം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ടും ഞാൻ ആ വിശ്വാസത്യാഗത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുക. വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1, ദൈവനിഷേധം. 2, ക്രിസ്തു നിഷേധം. 3, പുനരാഗമന നിഷേധം. 4, വേർപാട് ജീവിത നിഷേധം. 5, പത്യോപദേശ നിഷേധം. ഇതെല്ലാം വിശ്വാസത്യാഗങ്ങളുടെ ഭാഗമാണ്. അതിൽ ദൈവനിഷേധം എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നതോ ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നതോ അല്ല, ദൈവമില്ല എന്ന് എഴുതുന്നതല്ല. പൗലോസ് തിമോഥെയോസ് ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. അപ്പൊ അവർക്ക് ദൈവപ്രിയമില്ല, പക്ഷെ ഏതുണ്ട്? അവർ ഭോഗപ്രിയരാണ്. അപ്പൊ ആരാധനയ്ക്ക് ജനമുണ്ടോ? ഉണ്ട്. പക്ഷെ ആരാധനയിൽ എങ്ങനല്ല ആരാധിക്കുന്നത്? ദൈവപ്രിയത്തിലല്ല,
ആരാധിക്കുന്നുണ്ട്. കൈ ഉയർത്തുന്നുണ്ട്, കൈ താഴ്ത്തുന്നുണ്ട്, പാടുന്നുണ്ട്, ആടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവപ്രിയമില്ല. ഞാനൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നിരിക്കുമ്പോ അന്ന് സദസ്സിന്റെ പിന്നിലാണ് ഞാൻ ഇരുന്നത്. വിളിക്കുന്ന സമയത്ത് വേദിയിലോട്ട് കയറിയാൽ മതിയല്ലോ എന്ന് ഓർത്ത്. എന്റെ ഫ്രണ്ടിൽ ഒരാൾ ഇരുന്നിട്ട് മൊബൈലിനകത്ത് മനോരമ പത്രം വായിക്കുക. അവിടെ ഭയങ്കര ആരാധന നടക്കുക. ആദ്യം ഒന്ന് വായിച്ചു, അത് കഴിഞ്ഞ് അടുത്ത ന്യൂസ് വീണ്ടും സെർച്ച് ചെയ്തു, അത് വായിച്ചു. ഞാൻ ബൈക്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ ആരാധനയ്ക്ക് വന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിലും ദൈവപ്രിയത്തിലല്ല ആരാധന. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഉസ പെട്ടകത്തിൽ തൊട്ടപ്പം ഉസ മരിക്കേണ്ടി വന്നു. അത് പെട്ടകത്തിന്റെ ശ്രേഷ്ഠതയാണ്, അത് ദൈവസാന്നിധ്യത്തിന്റെ സവിശേഷതയാണ്. ആ ദൈവസാന്നിധ്യം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ ദൈവം രാജിവെച്ചിട്ടില്ല. അപ്പോ ദൈവപ്രിയമില്ലാത്ത ഒരു തലമുറ. അടുത്തത് വിശ്വാസത്യാഗത്തിന്റെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് പത്യോപദേശ നിഷേധമാണ്. കുഞ്ഞെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവന് ആ വചനം വേണ്ട. കുഞ്ഞെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാമെന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വാക്യം അവൻ എടുത്തോണ്ട് വരും. കുഞ്ഞെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ ചോദ്യം പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഒരു തലമുറയുടെ തലതിരിഞ്ഞ ചിന്ത എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ബൈബിൾ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ബൈബിൾ അതിനെ വിശ്വാസത്യാഗമെന്ന് കാണുന്നത്. അങ്ങനെ വിലയിരുത്താൻ കഴിയും. സ്തോത്രം. അപ്പൊ ഇങ്ങനെ പല നിഷേധങ്ങളുണ്ട്. അത് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് യൂദാസ്ലീഗ എഴുതി വെച്ചേക്കുക, നിങ്ങൾക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. ഹല്ലേലൂയ. അവകാശങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി സമരം ചെയ്യുക എന്നുള്ളതല്ല സഭയോട് പറയുന്ന സന്ദേശം. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിനക്ക് കിട്ടിയ വചന വെളിച്ചത്തിന് വേണ്ടി നീ പോരാടണം. അങ്ങനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോരാട്ടം കഴിച്ച് നിങ്ങൾ പോരാടി നേടിയ നിലനിൽക്കുന്ന ആ വിശ്വാസത്തെ നിങ്ങൾ ആധാരമാക്കണം. എന്നിടപ്പുണ്ടോ? പ്രിയരെ, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ബൈബിൾ സ്റ്റഡികൾ വെക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയാം, പ്രസംഗിക്കുന്നതിനേക്കാൾ ഈ കാലങ്ങളിൽ പഠിപ്പിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. പക്ഷേ അതിന് വലിയ ജനസാന്ദ്രതയോ, അതിന് വലിയ വേഗതയോ, അതിന് വലിയ കയ്യടിയോ, വലിയ പ്രോത്സാഹനമോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ അതാണ് ഇന്നിന്റെ തലമുറയ്ക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് എത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. അതിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരിക. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഓ മൈ ഗോഡ്, ആത്മീക വർധനവ് വരുത്തുക. അവിടെ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആത്മീക വർധനവ്. അവിടെ പ്രത്യേക പദം കണ്ടോ? നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. അപ്പൊ ഇത് വരുന്ന ഒന്നല്ല, വരുത്തേണ്ടുന്നതാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി വെക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇത് വരത്തില്ല.
വരുത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലവും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും ഒരാത്മീക വർധനവിനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ ഇവിടെ പറയുന്ന നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ ആത്മീക വർധനവ് വരുത്തണം. അതൊരു ന്യൂനപക്ഷത്തിന് കഴിയത്തുള്ളൂ. ബഹുഭൂരിപക്ഷം സഭയിൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവരാണ്. അവര് വരുന്നു, കൈയടിക്കുന്നു, പാടുന്നു, പോകുന്നു. പക്ഷെ ഇത്ര ശ്രമകരാണ്, അത് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. പക്ഷെ ആത്മീയ വർധനവും വേണോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അത് വരുത്തണം. ഇനി എന്താണ് ഈ ആത്മീക വർധനവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന് ഗ്രീക്കിൽ ഒയ്ക്കഡോമായി എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഒയ്ക്കഡോമായി അതിന് രണ്ട് മീനിങ് ഉണ്ട്. പണിതുയർത്തുക, വളർത്തിയെടുക്കുക. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ബിൽഡിംഗ് യുവേഴ്സൽസ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ തന്നെ ബിൽഡ് യുവേഴ്സൽസ്, നിങ്ങളെ തന്നെ പണിയുക. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷനകത്ത് ബിൽഡിംഗ് അപ്പ് യുവേഴ്സൽസ്, നിങ്ങളെ തന്നെ പണിയുക. അത് ഒരു ഗ്രഹനിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന ഇടങ്ങളെല്ലാം മിക്കവാറും വീട് പണിയോടുള്ള ബന്ധത്തിലാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ഉപമ വീട് പണിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് തന്നെയാണ്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവിടെ ആ പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒയ്ക്കഡോമായി, പണിതെടുക്കുക. സ്തോത്രം. ഇനിയും സഭയോടുള്ള ബന്ധത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒയ്ക്കഡോമായി. അപ്പൊ പണിയുക. അപ്പൊ ആത്മീക വർധനം എന്ന് പറയുമ്പോ ഒരു വ്യക്തി തന്നെത്താൻ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിതുയർത്തുന്നതാണ്, വളർത്തിയെടുക്കുന്നതാണ്. അപ്പം ആത്മീക വർധനമെന്ന് പറഞ്ഞാൽ ആത്മീക കാര്യങ്ങളിൽ വളരുകയും സുവിശേഷ സത്യത്തിൽ തന്നെത്താൻ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വളർച്ചയെ, ആ സ്ഥിരീകരണത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് ആത്മീക വർധന. ചേർന്ന് കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം നിശ്ചലമല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കേണ്ടുന്ന ഒന്നാണ്. ഒരു വീടിന്റെ ഫൗണ്ടേഷൻ തൊട്ട് അതിന്റെ ബേസ്മെന്റ് തൊട്ട് മുകളിലോട്ട് പണിത് ഉയർത്തുന്നത് പോലെ ക്രിസ്തീയ ജീവിതം എന്ന സൗധവും അതിന്റെ പുരോഗമനത്തിനായി വളർത്തി 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 എടുക്കേണ്ടുന്ന ഒന്നാണ്. പലരും തളർന്നു പോകുന്നത് ഈ വളർച്ചയില്ലാത്തതുകൊണ്ട്, പലരും പിന്മാറിപ്പോകുന്നത് ഈ വളർച്ചയില്ലാത്തതുകൊണ്ട്, പലരും ക്ഷീണിച്ചു പോകുന്നത് ഈ വളർച്ചയില്ലാത്തതുകൊണ്ട്. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. അപ്പൊ യോഗ്യമായ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ തന്നെ ആത്മാവിൽ വളർത്താൻ പറ്റുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അത് ചെയ്യണം. നമ്മൾ ഈ ആത്മീക വർധനവ് എന്നുള്ള പദം വിശകലനം ചെയ്യുമ്പോൾ ഈ പദം ഓൾമോസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഇടത്തെല്ലാം നമ്മൾ തന്നെ ശ്രമിക്കുക എന്ന ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമലേഖനം 14-ാം അധ്യായം
19 വാക്യം ശ്രദ്ധിച്ചേ. റോമർ 14:19. അവിടെ എഴുതിയിരിക്കുന്നത് അന്യോന്യം ആത്മീക വർധനവിനുള്ളത് ശ്രമിച്ചുകൊള്ളുക. എല്ലാവരും കൂടെ ഒന്ന് വായിച്ചേ. അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. അപ്പൊ ആത്മീക വർധനവിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരുമിച്ച് പറ. ശ്രമിക്കണം. പ്രവാചകൻ വന്ന് തലയിൽ കൈവച്ച് കുലുക്കുമ്പോ സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. അപ്പൊ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു പദം നോക്കിയേ. അന്യോന്യം എന്ന് പറയുമ്പോ ഓരോരുത്തരും തന്നെത്താൻ അങ്ങനെ കരുതുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ചെയ്യണം. അപ്പൊ ആത്മീക വർധനവിലേക്ക് വരുന്ന സഭ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ കമ്മിറ്റിയും വാഗ്വാദങ്ങളും ബഹളവും അടികലശലും ഉള്ള സഭയല്ല. ഇതൊരു കൂട്ടായ ശ്രമം കൂടെ അതിനകത്തുണ്ട്. ക്ഷീണിച്ച ഒരുത്തനെ അടുത്തൊരുത്തൻ താങ്ങുക, ബലഹീനനായ ഒരുത്തനെ അടുത്തൊരുത്തൻ താങ്ങുക. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും വേണം. അതൊരു ഉത്തരവാദിത്തമാണ്. അത് സംഭവിക്കേണ്ടതുണ്ട്. അപ്പൊ അന്യോന്യം ശ്രമിക്കുക. ഇനി 1 തെസ്സലോനിക്ക ലേഖനം 5:11 വാക്യം നോക്കുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 5:11 വാക്യം, അവിടെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുക. നിങ്ങൾ ആ ഇങ്ങനെയുള്ള പ്രത്യേക പദങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. റോമർ 14:19 വായിക്കുമ്പോൾ ആത്മീക വർധനവിനുള്ളത് ശ്രമിച്ചുകൊള്ളുക എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 5:11 വാക്യത്തിൽ ആത്മീക വർധനവ് പ്രാപിക്കുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. പ്രബോധിപ്പിക്കുക, പ്രാപിക്കുക. അവിടെയും അന്യോന്യം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ ലേഖനത്തിൽ 50 പ്രാവശ്യം ഈ പദം പ്രബോധിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്ന ആശയത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഒരാൾക്ക് സ്വയം പര്യാപ്തനായി എന്ന് തോന്നാൻ കഴിയാത്ത വിധത്തിൽ അന്യോന്യം ആത്മീകമായി കൈത്താങ്ങി, അതിനെയാണ് ശരിക്കും കൂട്ടായ്മ എന്ന് വിളിക്കുന്നത്. പൗലോസ് അതുകൊണ്ട് ഈ ആത്മീക വർധനം എന്ന് എഴുതിയിരിക്കുന്ന ഇടത്തെല്ലാം അന്യോന്യം 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 എന്ന് എഴുതിയിട്ടുണ്ട്, ശ്രമിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വായിച്ച വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയ്ക്കകത്ത് ഒരു തുരുത്തുപോലെ ഇരിക്കുന്ന ഒരുത്തന് ഒരാത്മീക വർധനവിലേക്ക് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമേൻ. പല ടൈപ്പ് തുരുത്തുകളില്ലേ, ഐലൻഡുകളില്ലേ. ഈ ഇടയ്ക്ക് മനോരമയ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു വാർത്ത ഞാൻ ഓർക്കുന്നു. ഒരു തുരുത്ത്, കാക്കത്തുരുത്ത് എന്ന അതിന്റെ പേര്. ഒറ്റ കുടുംബമേ ഉള്ളൂ അവിടെ. ഇപ്പൊ ഇതുപോലെ പല സഭകളിലും പലരും ഓരോരോ തുരുത്തുകൾ സൃഷ്ടിച്ചിരിക്കുക, ഐലൻഡുകൾ സൃഷ്ടിച്ചിരിക്കുക. അതിനകത്തിരുന്ന് ഞങ്ങൾ വലിയ ആളുകളാണെന്ന് പറയുക. വചനം അറിയാൻ മേലാത്തതുകൊണ്ട് ഇത് അന്യോന്യം ശ്രമിക്കേണ്ടത്. അവിടെ ആത്മീക വർധനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ശ്രമിക്കാത്ത സഭ സംവിധാനം കൊണ്ട് സഭയാണെങ്കിലും ഭാഷ കൊണ്ട് സഭയാണെങ്കിലും അതിന്റെ അർത്ഥതലത്തിൽ സഭയല്ല. അപ്പം അന്യോന്യം ശ്രമിക്കുക. ഇനി കൊലോസ്യ ലേഖനം 2:7 വാക്യം നോക്കി. അവിടെയും ഒരു ശ്രമമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് അവനിൽ വേരൂന്നിയും
ആത്മീക വർധനവ് പ്രാപിച്ചു. ഇതിനോടൊപ്പമുണ്ടല്ലോ ഈ വാക്കുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അവനിൽ വേരൂന്നുക എന്ന് പറയുമ്പോ ഇത് രണ്ടും ഉപമാന പ്രയോഗങ്ങൾ. വേരൂന്നുക എന്ന് പറയുമ്പോൾ കൃഷിയോടുള്ള ബന്ധത്തിലാണ്. രണ്ട്, ആത്മീയ വർധനം എന്ന് പറയുമ്പോൾ കെട്ടുമണിയോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തുവിൽ ആത്മീക വർധനവിനായി വേരൂന്നി കെട്ടുമണി ചെയ്യപ്പെടുക, വർധനവ് പ്രാപിക്കുക. ഇവിടെ മാത്രമേ ഉള്ളൂ അന്യോന്യം എന്നുള്ള പദം ഉപയോഗിക്കാത്തത്. അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് സ്തോത്രം. ചുരുക്കി പറഞ്ഞാല് വേരോടുന്ന മണ്ണും കെട്ടിടം പണിത് ഉയർത്തുന്ന അടിസ്ഥാനവും നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് അവനിൽ വേരൂന്നുക. നമ്മിലുള്ള സകലതും ക്രിസ്തുവാണ്. നമ്മിൽ വെളിപ്പെടേണ്ടുന്നതും ക്രിസ്തുവാണ്. എന്തൊക്കെ വെളിപ്പെടണം? ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ അധികാരം. ഇതാ നമ്മിൽ വെളിപ്പെടേണ്ടുന്നത്. ക്രിസ്തു എന്ന ആ ദൈവമർമ്മത്തിന്റെ വൃത്തത്തിനകത്താണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മീക ജീവിതം നിൽക്കേണ്ടുന്നത്. ആ വൃത്തത്തിനകത്താണ് നമ്മൾ ചലിക്കേണ്ടത്. ആമേൻ. ക്രിസ്തു എന്ന ആളത്വത്തിന്റെ, അധികാരത്തിന്റെ, ഉപദേശത്തിന്റെ അതിര് കടന്നു പോകാത്ത ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇനി ആത്മീക വർധനവിന് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതിനെ സംബന്ധമായി ഒരു വാക്യം കൂടെ നമ്മൾ വായിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് നമ്മൾ പിൻവാങ്ങുക. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 32-ാമത്തെ വാക്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ കഴിയുന്ന വചനം എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവിടെ നമ്മൾ അതിനെ ക്രോഡീകരിച്ച് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ കഴിയുന്ന വചനം. അപ്പൊ ആ വചനത്തിനകത്ത് നമ്മൾ ആശ്രയിക്കുകയും ആ വചനത്തിൽ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരാത്മീക വർധനവ് സംഭവിക്കുന്നത്. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മകൻ, അവൻ മിലിറ്ററിക്ക് അതിന്റെ റിക്രൂട്ട്മെന്റിന് പോകാൻ ശ്രമിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അവൻ ഓടാൻ തുടങ്ങി. 7, 8, 10 കിലോമീറ്റർ എല്ലാ രാവിലെയും ഓടാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി മാസങ്ങൾ ഓടിയതിന്റെ ഫലമാണ് അവൻ അതിൽ ഫിറ്റായി. ഇതുപോലെ ആത്മീക വർധനവിൽ ഒരു വ്യക്തി സ്വയം ശ്രമിക്കണം. നമ്മുടെ ചുറ്റും മടുപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് കിടക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മെ പുറകോട്ട് വലിക്കുന്ന സംഭവങ്ങളാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടനവധി വസ്തുതകളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് സാമ്പത്തിക ചുറ്റുവട്ടങ്ങളിൽ,
സാമൂഹിക പരിതസ്ഥിതികളിൽ, കുടുംബ സാഹചര്യത്തിൽ, സഭാജീവിതത്തിൽ, നമ്മുടെ ഉപജീവന മേഖലകളിൽ, ഇവിടെയെല്ലാം പുറകോട്ട് വലിക്കുന്ന ചുറ്റുവട്ടങ്ങൾ നമുക്ക് ഒരുങ്ങി വരും. പക്ഷേ ആത്മീക വർധനവിനായി ശ്രമിക്കുന്നവൻ അതിനെ മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോയേ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ആത്മീക വർധനവ് വരുന്നതല്ല, അത് വരുത്തുന്നതാണ്. അത് ആഗ്രഹിക്കുന്നവൻ അതിനായി ശ്രമിക്കേണ്ടുന്നതാണ്. ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ സാധാരണ ഇവർ പറയുന്ന ഒരു പദം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതശൈലി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങൾ. വേണ്ട വ്യായാമമില്ലാതെ, കഴിക്കുന്ന ആഹാരത്തിന്റെ കലോറി ചെലവഴിക്കുവാൻ കഴിയാതെ, അത് ഫാറ്റായി, അത് പിന്നീട് പല പല പ്രശ്നങ്ങളായി, ഒരാളിന്റെ ശരീരത്തിൽ കൊളസ്ട്രോളായി, പ്രഷറായി, ഡയബറ്റിക്കായി, മറ്റും മാറുക ജീവിതശൈലി രോഗങ്ങൾ. ഇതുപോലെ ആത്മീകതയിൽ വ്യാപരിക്കുന്ന അലസതകൾ ജീവിതശൈലി രോഗങ്ങൾ എന്നതുപോലെ ആത്മാവിൽ അവനെ അലസനായും അവശനായും തീർക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഒരുവൻ അതിനായി ശ്രമിക്കേണ്ടതായിട്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. അപ്പൊ ഒന്നാം ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. ഇനി ആത്മീക വർധനവിന്റെ ദൈവിക ഉദ്ദേശം എന്താണ്? അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ വരാൻ പോവുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ആത്മീക വർധനവിന്റെ ദൈവിക ഉദ്ദേശം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? എല്ലാവരും കൂടെ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ്, ഒരുമിച്ച് വായിച്ചാട്ടെ, സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ നമ്മുടെ ആത്മീക വർധനവിന്റെ ദൈവദത്തമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്ററെ പോലെ ആകുക എന്നുള്ളതല്ല, അറിയപ്പെടുന്ന പ്രസംഗകനായി തീരുക എന്നുള്ളതല്ല, ഒരു പ്രവാചകനാകുക എന്നുള്ളതുമല്ല, ഒരു ചർച്ച് ലീഡർ ആകുക എന്നുള്ളതുമല്ല. അതിന്റെ ലക്ഷ്യം നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ. മൈ ഗോഡ്, അപ്പൊ എന്നാ ലക്ഷ്യം? അപ്പൊ ഈ പൂർണ്ണത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സൽഗുണ പൂർണ്ണത എന്ന് പറയുമ്പോൾ പാപമില്ലായ്മയല്ല, പിന്നെന്താ? ദൈവഭക്തിയുടെ പ്രായപൂർത്തിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന വളർച്ച. നിങ്ങളുടെ സ്വർഗീയ പിതാവ്, ഇനി പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്കാണ്. ഞാൻ ആ ഭാഗം വിശദമായി അനലൈസ് ചെയ്തപ്പോ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും അവനെ പോലെ സൽഗുണപൂർണരാകുവീൻ എന്നുള്ള വാക്യം ഒറ്റ വാക്കിൽ എഴുതിയതല്ല. അതിനു മുൻപായി സൽഗുണപൂർണനാകുവാൻ ശ്രമിക്കുന്നവന്റെ മനോഭാവത്തെ മൊത്തത്തിൽ കർത്താവ് സ്പർശിച്ചിട്ടാണ് ഇവിടെ സൽഗുണപൂർണരാകുക എന്ന് പറയുന്നത്. സഹോദരനോടുള്ള ബന്ധത്തിൽ പറയുന്നു, സ്ത്രീയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, സത്യസന്ധത വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ശത്രുവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഏരിയയും കർത്താവ് തൊട്ടു. ഞാൻ എന്നോ ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ താളടി തരാതെ കട്ട ആവശ്യപ്പെടുന്ന ഭറവോന് തുല്യനല്ല നമ്മുടെ കർത്താവ്.
നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ എന്ന് പറയുമ്പോൾ അതിനുള്ള സോഴ്സും അതിനുള്ള അറിവും അതിനുള്ള പ്രകാശനം അതിനായി നാം പണിയപ്പെടേണ്ടുന്ന മേഖലകൾ പറയാതെ കർത്താവ് അത് പറയത്തില്ല. അതുകൊണ്ടാണ് സഹോദരനോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം. ഞാൻ ആ ഭാഗങ്ങൾ വായിപ്പിക്കുന്നില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണാം. സ്ത്രീയോടുള്ള ബന്ധത്തിൽ എങ്ങനെ വേണം? അവിടെ ആ സഹോദരനോടുള്ള ബന്ധത്തിൽ നോക്കിക്കേ. കുല ചെയ്യരുതെന്ന് കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഓ മൈ ഗാഡ്. അപ്പോ സഹോദരനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ത്രീയോടുള്ള ബന്ധത്തിൽ എന്താ? 27-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇനി വിവാഹത്തോടുള്ള ബന്ധത്തിൽ എന്ത് വേണം? അതിന്റെ 31-ാമത്തെ വാക്യം നോക്കി. അവിടെ നമ്മൾ വായിക്കുന്നത്, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 32. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇനി ഏറ്റവും ഒടുവിൽ 43-ാം വാക്യം മുതൽ 47-ാമത്തെ വാക്യം വരെ ശത്രുവിനോടുള്ള ബന്ധത്തിലുള്ള മനോഭാവം അവിടെ പറയുന്നുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് 48-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവീൻ. സ്തോത്രം. അപ്പം ആത്മീക വർദ്ധനവിന്റെ ദൈവിക ഉദ്ദേശം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ, സ്തോത്രം, കർത്താവിന്റെ ആ സൽഗുണപൂർത്തിയിലേക്ക് വരിക എന്നുള്ള ആശയം. അത് സംബന്ധമായി ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കുന്നത് നല്ലതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, സ്തോത്രം, ആ ആത്മീക വളർച്ചയെ, ആത്മീക മെച്യൂരിറ്റിയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയാട്ടെ. അതിന്റെ 3-ാമത്തെ വാക്യം പ്രധാനമായും വായിച്ചാൽ മതി. 3-ാമത്തെ വാക്യം. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ഏതാ? നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, മരിച്ചുവിട്, ഉയർപ്പ്, കൈവെപ്പ്, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പഠനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അപ്പം നാം പരിജ്ഞാന പൂർത്തിയിലേക്ക്, ആത്മീക വർധനവിലേക്ക് എത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ആ ലക്ഷ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനോടനുബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്